ഈ ചോദിച്ചേട്ടാ, ഈ ജിജു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് തങ്കച്ചേട്ടൻ എന്നാ പറയുന്നത്. നിങ്ങളുടെ ക്യാരക്ടറാണ്. അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ. അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തെറി അറിയാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെയില്ല. എനിക്ക് തെറി അറിയാവുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതിനകത്ത്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസക്ക് അഭിനയിച്ചത്? ആ എഗ്രിമെന്റ് അല്ലേ അവർ പുറത്തു വിടേണ്ടത്? 5 ലക്ഷം രൂപ ലഭിച്ചോ? ഏതാ 5 ലക്ഷം രൂപ ലഭിച്ചോ? എനിക്ക് ഏതാ അല്ല, അത് എന്താണെന്നറിയോ, ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം. ഒരു മനസ്സിലായോ? ഞാൻ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കൊന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു മണി എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ചു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് സിനിമ വരുന്നത്. എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രം. ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു